ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അതായത് കുസാറ്റ് 2024 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് പറയുവാണത് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, അതായത് കുസാറ്റ് എന്ന് വിളിക്കുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കേരളത്തിലെ യൂണിവേഴ്സിറ്റി കുസാറ്റ് 2024 വിവിധ UG PG പ്രോഗ്രാമുകളിലോട്ട് നേരത്തെ അപേക്ഷ ക്ഷണിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടുള്ള അഡ്മിഷൻ പ്രോസസ്സ്, അതേപോലെ തന്നെ എങ്ങനെ അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കും, ഏതൊക്കെ കോഴ്സുകളാണ്, കുസാറ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അത് ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ കാണുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. കുസാറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്കറിയാം, നേരത്തെ കഴിഞ്ഞ വർഷം കൃത്യമായിട്ട് വീഡിയോ ചെയ്തിരുന്നു. അതായത് നാക്കിൻ്റെ A+ ഗ്രേഡുള്ള പ്രധാനപ്പെട്ട, അതായത് രാജ്യത്തെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ഒന്നായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് കുസാറ്റ്. അതായത് കുസാറ്റിലെ അഡ്മിഷൻ രീതി ശ്രദ്ധിക്കേണ്ട കാര്യം എൻട്രൻസ് എക്സാം വഴിയാണ് അഡ്മിഷൻ. അതായത് കേറ്റ് കോമൺ എൻട്രൻസ്, അതായത് ശ്രദ്ധിക്കേണ്ട കോമൺ അഡ്മിഷൻ ടെസ്റ്റ്, അതായത് കോമൺ ആയിട്ട് വിദ്യാർത്ഥികൾക്ക് എക്സാമിനെ അടിസ്ഥാനമാക്കി, അതായത് നിങ്ങളുടെ +2-ൻ്റെയോ അല്ലെങ്കിൽ ഡിഗ്രിയുടെ മാർക്കിനെ അല്ലാതെ നിങ്ങൾക്ക് ഈ പറയുന്ന കോമൺ എൻട്രൻസ് എക്സാമിന് ലഭിക്കുന്ന മാർക്കിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് വിവിധ UG പ്രോഗ്രാമുകളിലോട്ടും അതേപോലെ തന്നെ PG പ്രോഗ്രാമുകളിലോട്ടും അതേപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളും, +2-ന് ശേഷമുള്ള ഡിഗ്രിയും PGയും ഉൾപ്പെടെയുള്ള ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളിലോട്ടുമുള്ള അഡ്മിഷൻ വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് ഏതൊക്കെ കോഴ്സുകളാണ് ഇപ്പോൾ കുസാറ്റ് വിളിച്ചിട്ടുള്ളത്, അതേപോലെ അപേക്ഷ രീതി, അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് കുസാറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള, അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം കേരളത്തിൽ നിലവിൽ ഡിഗ്രിയും അതേപോലെ തന്നെ PGയും പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും, അതായത് നിലവിൽ +2 പരീക്ഷ വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളും അതേപോലെ തന്നെ ഡിഗ്രി ഫൈനൽ ഇയർ പരീക്ഷ വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും കുസാറ്റ് ഓൺലൈൻ അപേക്ഷ നൽകുക. കാരണം എൻട്രൻസ് എക്സാം ഏകദേശം മെയ് മാസത്തിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നിർബന്ധമായിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് കുസാറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ജസ്റ്റ് kusaat.ac.in എന്ന് ജസ്റ്റ് ഗൂഗിൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒഫീഷ്യൽ പേജിൽ അക്കാഡമിക് അഡ്മിഷൻ 2024 അപ്ലൈ നൗ എന്നുള്ളൊരു ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അതായത് നിലവിൽ വിളിച്ചിട്ടുള്ള അഡ്മിഷൻ ടു ഓൾ അണ്ടർ ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ആർ ത്രൂ ദി കോമൺ അഡ്മിഷൻ ടെസ്റ്റ്, അതായത് CAT 2024, അത് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് വഴിയായിരിക്കും നിങ്ങൾക്ക് ഡിഗ്രിക്കും PGക്കും അതായത് അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ +2-ൻ്റെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടല്ല. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമുക്ക് ഓൺലൈൻ അപേക്ഷ നൽകുന്നതിന് മുമ്പ് ഏതൊക്കെ കോഴ്സുകളാണ് കുസാറ്റ് 2024 അപേക്ഷ വിളിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാംസ് എന്നുള്ള ആ ഒരു ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് അണ്ടർ ഗ്രാജുവേറ്റ് UG കോഴ്സുകളും, അതായത് +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കോഴ്സുകളും അതേപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ സാധിക്കുന്ന PG കോഴ്സുകളുടെയും ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അവിടെ ജസ്റ്റ് നമ്മളൊന്ന് അണ്ടർ ഗ്രാജുവേറ്റ് UG ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏതൊക്കെ കോഴ്സുകൾ നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും BTech പ്രോഗ്രാംസ്, ഏതൊക്കെയാണ് BTech പ്രോഗ്രാംസ് നമുക്ക് നോക്കാം. അതായത് BTech സിവിൽ എഞ്ചിനീയറിംഗ്, BTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, BTech ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, BTech ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്, BTech ആർക്കിടെക്ചർ, അതേപോലെ മെറൈൻ എഞ്ചിനീയറിംഗ് തുടങ്ങിയ പ്രധാനപ്പെട്ട BTech വിവിധ സ്ട്രീമുകളിലുള്ള BTech കോഴ്സുകൾ കുസാറ്റ് ഓൾറെഡി നേരത്തെ തന്നെ അപേക്ഷ വിളിച്ചിട്ടുണ്ട്. ഇനി അതേപോലെ ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാംസ്, അതായത് +2-ന് ശേഷം ഡിഗ്രിയും PGയും ഒന്നായിട്ട് കഴിയാൻ സാധിക്കുന്ന രീതിയിൽ ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാംസ് ഇതൊക്കെ നമുക്ക് നോക്കാം. ഇതും +2-കാർക്ക് തന്നെ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ കമ്പ്യൂട്ടർ സയൻസ്, അതേപോലെ തന്നെ ബയോളജിക്കൽ സയൻസ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫോട്ടോണിക്സ്, ഇത്രയും കോഴ്സുകളിൽ ഇൻ്റഗ്രേറ്റഡ് PG കൂടി, അതായത് +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ UG ലോ പ്രോഗ്രാംസ്, ലോവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കോഴ്സുകളാണ് BBA LLB, അതേപോലെ 5 ഇയർ BCom LLB, 3 ഇയർ LLB, 5 ഇയർ BSc കമ്പ്യൂട്ടർ സയൻസ്, അതായത് LLB, അതായത് ലോ സംബന്ധമായിട്ടുള്ള മേഖലയിലോട്ട് താല്പര്യമുള്ളവർക്കും ഈ പറയുന്ന വിവിധ ലോ ലെവലായിട്ടുള്ള കോഴ്സുകളും അപേക്ഷ വിളിച്ചിട്ടുണ്ട്. ഇനി മറ്റു പ്രധാനപ്പെട്ട UG പ്രോഗ്രാം, സയൻസ് അല്ലാത്ത മറ്റു പ്രധാനപ്പെട്ട കോഴ്സുകൾ നോക്കാം. BVOC ബിസിനസ് പ്രോസസ് ആൻഡ് ഡാറ്റ അനാലിസിസ്, ഡിഗ്രി സാധാരണ രീതിയിലുള്ള കോഴ്സ് തന്നെയാണ്. അതേപോലെ BTech ലാറ്ററൽ എൻട്രി, ഇത്രയും കോഴ്സുകളാണ്
UG ലെവൽ അതായത് +2 ശേഷമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കുസാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് PG കോഴ്സുകൾ അതുകൊണ്ട് ജസ്റ്റ് നോക്കാം. ഒരുപാട് കോഴ്സുകൾ PG, അത് MA വിഭാഗത്തിൽ MA അപ്ലൈഡ് എക്കണോമിക്സ്, MA ഹിന്ദി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. ഇനി MSc വിഭാഗത്തിൽ ശ്രദ്ധിക്കുക, അതായത് എക്കണോമെട്രിക്സ് ആൻഡ് ഫിനാൻഷ്യൽ ടെക്നോളജി, ഫോറൻസിക് സയൻസ്, കെമിസ്ട്രി, മെട്രോളജി, ബയോടെക്നോളജി, മൈക്രോബയോളജി, ഇങ്ങനെ തുടങ്ങിയ വിവിധ MSc കോഴ്സുകൾ, അതായത് ധാരാളം MSc കോഴ്സുകൾ, മാത്തമാറ്റിക്സ് ഉൾപ്പെടെയുള്ള വിവിധ MSc കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ MCA പ്രോഗ്രാംസ്, അതായത് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ റെഗുലർ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, കോഴ്സ് ഷെയറിംഗ്, വിവിധ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് MCA വിഭാഗത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി PG ലെവലും ലോ പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നത് 2 ഇയർ LLM, അതായത് LLBക്ക് ശേഷമുള്ള 2 ഇയർ LLM PG കോഴ്സാണ്. അതേപോലെ അതും IPR PhD, LLM IP PhD, 2 ഇയർ LLM, ഇത്രയും കോഴ്സുകൾ ലോ ലെവൽ PG കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി മറ്റുള്ള PG പ്രോഗ്രാംസുകൾ അതുകൊണ്ട് നോക്കാം. BVOC പോലെ തന്നെ MVOC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ MVOC പ്രോഗ്രാം ഇൻ കൺസൾട്ടൻസി മാനേജ്മെൻറ്റിൽ, അതുപോലെ മാസ്റ്റേഴ്സ് ഇൻ ബയോ എത്തിക്സ്, ഇത്രയും കാര്യങ്ങളാണ് PG ലെവൽ മറ്റൊരു വിഭാഗത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി MBA കോഴ്സുകൾ കൂടി കുസാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. MBA, അതായത് MBA ഫുൾ ടൈം ഉണ്ടും, അതേപോലെ തന്നെ MBA പാർട്ട് ടൈം, ഈ 2 വിഭാഗത്തിലും MBA കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇത് എത്ര സീറ്റുകളുണ്ട് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യക്ക് അതായത് MBA 120, 30 സീറ്റുകൾ. അപ്പോൾ ഓരോ കോഴ്സിൻ്റെയും സീറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കോഴ്സുകൾ സീറ്റിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന CAT കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എൻട്രൻസ് എക്സാമിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും അഡ്മിഷൻ ലഭിക്കുക. ഇനി നമുക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അപേക്ഷാ രീതിയിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഡേറ്റ് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അതായത് അപേക്ഷ ടൈം നമുക്ക് നോക്കാം. നിലവിൽ ഓൺലൈൻ അപേക്ഷ 27/1 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ലാസ്റ്റ് 26/2/2024 വരെ എല്ലാ വിദ്യാർത്ഥികൾക്കും അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ MBA MTech ഉൾപ്പെടെയുള്ള കോഴ്സുകൾക്ക് 31/5/2024 വരെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ അഡ്മിറ്റ് കാർഡ്, അതായത് എൻട്രൻസ് എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് വിദ്യാർത്ഥികൾക്ക് 1/5/2024 മുതൽ 12/5/2024 വരെ ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ്. എക്സാമിൻ്റെ ഡേറ്റ് കൃത്യമായിട്ട് കുസാറ്റ് നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഡ്മിഷന് മുന്നോടിയായിട്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കോഴ്സുകളിലേക്ക് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, അതായത് തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി തന്നെയാണ് കുസാറ്റ്. വളരെ കാരണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുസാറ്റ് യൂണിവേഴ്സിറ്റി നിന്നൊക്കെ നിങ്ങൾ ഡിഗ്രിയോ PGയോ കോഴ്സുകൾ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് തന്നെ നിങ്ങൾ ഡിഗ്രിയും PGയും അതേപോലെ തന്നെ മറ്റു കോഴ്സുകൾ കൂടി ചെയ്യുവാൻ വേണ്ടി കൃത്യമായിട്ട് നിങ്ങൾ ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ഇനി നമുക്ക് അപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്ലൈ നൗ എന്നുള്ള ഒരു ബട്ടൺ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് തന്നെ അപേക്ഷയിലോട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നതാണ്. കോമൺ ആയിട്ടുള്ള, അതായത് നിങ്ങളുടെ SSLCയിൽ അതേ രീതിയിൽ നിങ്ങളുടെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് വീണ്ടും റീ എൻ്റർ ചെയ്യുക. മൊബൈൽ നമ്പർ, കൺഫേം മൊബൈൽ നമ്പർ, ഇമെയിൽ, അതേപോലെ തന്നെ പാസ്വേഡ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 8 ക്യാരക്ടറാണ്. അത് നിങ്ങളുടെ നെയിം, ഉദാഹരണം സവാദ്, എൻ്റെ പേര്, അപ്പോൾ സവാദ് S ക്യാപ്സ് ലെറ്റർ ആക്കുക. സവാദ് @123 എന്നുള്ളൊരു മോഡൽ നിങ്ങൾ പാസ്വേഡ് കൊടുത്താൽ മതി. അതിൽ ക്യാപ്ച കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അടുത്ത പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളൊരു മൊബൈൽ നമ്പറും ഇമെയിലും നിങ്ങളുടെ കൈവശം നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അതിലാണ് നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പിന്നീട് കൊണ്ടുവരിക. അപ്പോൾ ഇത്രയും രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസർ ഐഡിയും പാസ്വേഡും ലഭിക്കുന്നു. അത് വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കോമൺ ആയിട്ടുള്ള നിങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള അക്കാഡമിക് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അത് ജസ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് അപേക്ഷ കൊടുത്ത് നിങ്ങൾക്ക് ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ച് നിങ്ങൾ ഉറപ്പ് വരുത്തുക. കൂടാതെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറ്റു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സുകളും ഈ ചാനൽ നിങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. ഇനി അപേക്ഷാ രീതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചോദിക്കുക. പരമാവധി നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള സ്റ്റെപ്പ് വളരെ സിമ്പിളായിട്ട് സ്റ്റെപ്പ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിലോട്ട് പോകാത്തത്. അപ്പോൾ എന്തായാലും കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടെ മാത്രം കൊടുത്ത് നിങ്ങൾ അപേക്ഷാ രീതി നിങ്ങൾ പൂർത്തീകരിക്കുക. അപ്പോൾ കുസാറ്റിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിലവിൽ +2 അല്ലെങ്കിൽ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികളും അപേക്ഷ കൊടുക്കുക. കേവലം നിങ്ങളുടെ എൻട്രൻസ് എക്സാമിൻ്റെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള എല്ലാ ലിങ്കും, അതായത് നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതേപോലെ തന്നെ സിലബസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇതിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പേപ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ CAT എക്സാം നിങ്ങൾക്ക് ക്വാളിഫൈഡ് ചെയ്യുവാനും രാജ്യത്തെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ട് കുസാറ്റ് നിങ്ങൾക്ക് അഡ്മിഷൻ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊക്കെ നന്നായി പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി തന്നെ നിങ്ങൾക്ക് പഠിക്കുവാനുള്ളൊരു അവസരം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥം ആശംസിച്ചുകൊണ്ട് പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും പുതിയ അപ്ഡേറ്റുകൾ കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കാൻ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അടശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.